നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM പിണറായി വിജയനെ പതിയെ പതിയെ കൈവിടുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPMനും ഇടതുമുന്നണിക്കുമുണ്ടായ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് എല്ലാവരും തലയൂരാൻ ശ്രമിക്കുകയാണ്. CPM പതിയെ പതിയെ പിണറായിയെ തള്ളിപ്പറഞ്ഞ് കൈവിടുകയാണ് എന്ന സൂചന പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പിണറായി വിജയൻ്റെ നയവൈകല്യമാണ്, അദ്ദേഹം എടുത്ത രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പരാജയമാണ് തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് പിണറായി വിരുദ്ധ നേതാക്കൾ എല്ലാവരും പറയുന്നത്. നിലവിൽ പതിയെ പതിയെ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണ് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി അയ്യപ്പ സംഗമത്തിന് പോയതും വെള്ളാപ്പള്ളിയുടെ കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടും പ്രസംഗങ്ങളുമെല്ലാം മുഖ്യമന്ത്രി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് പാർട്ടിയുടെ അടിത്തറ തന്നെ തോണ്ടിയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. വടക്കൻ കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിനും CPMനും എതിരാവാൻ കാരണം വെള്ളാപ്പള്ളിയെ താലോലിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയായിരുന്നു എന്നാണ്. വെള്ളാപ്പള്ളിയുടെ ഈ ഇടപെടലുകൾക്കെതിരെ, വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ CPMനുള്ളിൽ നിന്ന് തന്നെ പലതവണ എതിർപ്പ് ഉയർന്നിരുന്നു, രോഷം ഉയർന്നിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ പിണറായി വിജയനെ പേടിച്ച് എതിർപ്പ് ഉയർത്തുന്നവർ നിശബ്ദരായി നിൽക്കുകയായിരുന്നു. കാരണം പിണറായിയാണ് വെള്ളാപ്പള്ളിയെ പരിപോഷിപ്പിക്കുന്നത്, വെള്ളാപ്പള്ളിയെ താങ്ങി നിർത്തുന്നത് എന്നതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയുമ്പോൾ അത് പിണറായിക്കെതിരെ ആകുമെന്നുള്ള ഭയം CPMലെ മറ്റു നേതാക്കൾക്കുണ്ടായിരുന്നു. പല നേതാക്കളും, പേര് വെളിപ്പെടുത്താനാകാത്ത പല നേതാക്കളും പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഇത്രയ്ക്കുള്ള തിരിച്ചടി CPMന് ഉണ്ടാകില്ലായിരുന്നു എന്നാണ്. മുസ്ലിം വിഭാഗം കേരളത്തിൽ 30%-അടുത്തുള്ള 27%-നും 30%-നും ഇടയ്ക്കുള്ള മുസ്ലിം വിഭാഗം പൂർണ്ണമായും പാർട്ടിയെ കൈവിട്ടു. അതുകൊണ്ട് പാർട്ടി കോട്ടകൾ പോലും, വടക്കേ മലബാറിലെ പാർട്ടി കോട്ടകൾ പോലും ഇടറുന്ന, തകരുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഇനി ഏതായാലും പിണറായി വിജയനും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും ചേർന്നുള്ള ഈ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കണമെന്നും ഇത്തരം സാമുദായിക ശക്തികളെ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെ നിലയ്ക്ക് നിർത്തണമെന്നും, പണ്ട് CPMും ഇടതുമുന്നണിയും സമുദായ നേതാക്കളെ നിലയ്ക്ക് നിർത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന അംഗീകാരമെന്നുമാണ് പല CPM നേതാക്കളും പറയുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ വളരെ കൃത്യമായ ചില നിലപാടുകളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അത് പാർട്ടിക്ക്, CPMനും CPIക്കും ഇടതുമുന്നണിക്കാകെയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും അത് പരിശോധിക്കേണ്ടതാണെന്നും ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. സ്വർണ്ണപ്പാളി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പുറമേ CPM അംഗീകരിക്കുന്നില്ലെങ്കിലും, CPMും മുഖ്യമന്ത്രിയോ CPM നേതാക്കൾ ആരും അത് പുറമേ അംഗീകരിക്കുന്നില്ലെങ്കിലും CPI ഇത് കയറി പറഞ്ഞത് അവർക്ക് വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സഹായകമായിട്ടുണ്ട്. ഇപ്പോൾ CPMന് CPIയെ പൂർണ്ണമായിട്ട് തള്ളാനും വയ്യ. എന്നാൽ CPI ആകട്ടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇടതുമുന്നണിയെ തകർത്തു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ പിണറായി വിജയൻ്റെ അവധാനതയില്ലായ്മയാണ് ഈ വിഷയം ഇത്ര വഷളാക്കിയതത്രേ. കാരണം പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ അറസ്റ്റിലായ സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നതിന് മുമ്പ് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കിയപ്പോൾ ഇവിടെ പത്മകുമാറും വാസുവും CPM നേതാക്കളായിട്ട് അവർ ജയിലിൽ പോയിട്ടും പാർട്ടിയിൽ നിന്നും ഒരു ചെറുവിരൽ പോലും അവർക്കെതിരെ അനങ്ങുന്നില്ല എന്നും മാത്രമല്ല, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമില്ല. പാർട്ടി അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നു പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ വീഴ്ച, ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയൻ്റെ വീഴ്ച പാർട്ടിയെ വളരെ ഗുരുതരമായി ബാധിച്ചു എന്നാണ് പാർട്ടി നേതാക്കൾ പലരും രഹസ്യമായി സമ്മതിക്കുന്നത്. പിണറായിയുടെ തകർച്ചയുടെ ആരംഭം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പോടെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് CPMലെ ഒരു പ്രമുഖ നേതാവ് രഹസ്യമായി നമ്മളോട് പറഞ്ഞത്. ഏതായാലും പിണറായിക്കെതിരെ ഉരുണ്ടുകൂടുന്ന രോഷത്തിൻ്റെ, എതിർപ്പിൻ്റെ, പ്രതിഷേധത്തിൻ്റെ കാർമേഘങ്ങൾ ഇടിവെട്ടി വലിയൊരു മഴയായി പെയ്താൽ ഒരുപക്ഷെ പിണറായിക്ക് പിന്നെ CPMൽ പിടിച്ചു നിൽക്കുക അസാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.